അവനൊരു ചിരി, അവൻ ചിലപ്പോ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എന്റെ പൊന്നേ അതെനിക്ക് ഭയങ്കര ഫീലായി. പല പ്രാവശ്യവും ഈ പോയിട്ട് നിരാശയായിട്ടാണ് ഈ തിരിച്ചു വരുന്നത് ഫുള്ള്. ഈ 13,000 എന്നെ എത്തിക്കാനായിട്ട് എടുത്ത ഒരു ഗ്യാപ്പ് 2 വർഷം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞൊരു വ്ലോഗിൽ ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് ഞാൻ ചെയ്തു. ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ യൂസ്ഫുള്ളായി, ഭയങ്കര മോട്ടിവേഷനായി എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രോമിസ് ചെയ്തിരുന്നൊരു വീഡിയോ ആയിരുന്നു എൻ്റെ യൂട്യൂബ് ജേർണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ സ്റ്റോറി, മൈ യൂട്യൂബ് ജേർണി. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ വന്നതും ഇന്നും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം അന്ന് ഞാൻ നല്ലപോലെ ഓക്കെ ആയിരുന്നു, ഇന്ന് ഞാൻ നല്ലപോലെ ഓക്കെ അല്ല. എനിക്ക് UTI ഇൻഫെക്ഷൻ ആയിട്ട് കുറച്ച് സീനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിയും, ഇടയ്ക്ക് ഇപ്പോൾ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്, നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഫാൻ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇതുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇത് നീണ്ടു പോകും. അപ്പോൾ അത് നോക്കി ഇരുന്നിട്ടൊക്കെ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ചെയ്യാൻ തോന്നി, അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാം. ഇതൊരു യൂട്യൂബ് ജേർണി ആയതുകൊണ്ടേ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. കാരണം ഇതൊരു ജേർണി ആണല്ലോ, പെട്ടെന്നുണ്ടായ സ്പോണ്ടേനിയസ് ജേർണി ഒന്നും അല്ല ഇത്. അപ്പോൾ ഇതൊരു ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ലെങ്ത് കൂടുതലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് അടിച്ച് പോകാം എന്ന് ഞാൻ ആദ്യം പറയാം കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രിപ്പയർഡ് ആയിട്ടാണ് കുറച്ചൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടാണ് വന്നത്. കാരണം ആദ്യം ഞാനൊരു വീഡിയോ യൂട്യൂബ് ചാനലിൽ ചെയ്തപ്പോൾ അത് കണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ എന്തൊക്കെ മിസ്സിങ് പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, എന്നിട്ട് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോകും. ആര് കാരണമാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്, യൂട്യൂബ് എങ്ങനെ തുടങ്ങിയെന്ന്. യൂട്യൂബിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പഴയ വീഡിയോ പറഞ്ഞിരുന്നതാണ്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജിയോ ഫ്രീ വൈഫൈ കിട്ടുന്ന സമയമായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഈ ഫോൺ ഞാൻ കൊണ്ടുപോകും, കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് കോളേജിൽ നിന്ന് ഞാൻ വൈഫൈ കണക്ട് ചെയ്യും, യൂട്യൂബ് എടുത്തിട്ട് കുറേ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡിൽ കിടന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണും. അതാണ് എനിക്ക് യൂട്യൂബായിട്ടുള്ള ആകെയുള്ളൊരു ബന്ധം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴോ എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് അനിയനാണ് പറയുന്നത് അതിനകത്ത് നിന്ന് പൈസ കിട്ടും. സഞ്ജു ടെക്കിയുടെയും കാർത്തിക് സൂര്യയുടെ ഒക്കെ പേര് പറയുമ്പോൾ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറൊന്നുമില്ലായിരുന്നു. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു യൂട്യൂബിനോട് നമ്മളെന്തെങ്കിലും പാട്ട് കേൾക്കും, അങ്ങനെ അല്ലാണ്ട് യൂട്യൂബിലേക്ക് വലിയ പരിപാടിയൊന്നും ഇല്ല. എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇവൻ പറഞ്ഞതിന് ശേഷമാണ് ഒരു മൊമെന്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ എനിക്ക് ടിക്ടോക്ക് ഡബ് സ്മാഷ് മ്യൂസിക്കിൽ അതിൻ്റെയൊക്കെ പ്രാന്തുണ്ടായിരുന്നു. ചെയ്യണം എന്നുള്ള ഒരു പെട്ടെന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ആക്ച്വലി ഇതല്ല എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തേത്. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ കിറ്റീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് +2 അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നേ. എനിക്ക് 84% ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് വന്നിട്ട് എനിക്കൊരു 2,000 രൂപയും കണ്ടെന്ന് ഗിഫ്റ്റ് തന്നു. എന്നിട്ട് എനിക്ക് പൊന്നാടയൊക്കെ ഇട്ട് വീട്ടിൽ വന്ന് സാധാരണ കാഷ്വലി വരുന്ന പോലെ വന്നിട്ട് തന്നു. അങ്ങനെ 2,000 രൂപയ്ക്കാണ് ഞാൻ ആദ്യത്തെ ഡിജിടെക്കിൻ്റെ ഒരു ട്രൈപോഡ് വാങ്ങിക്കുന്നത്. എനിക്ക് ക്യാമറ ഉണ്ടായിരുന്നു, 1300D ആയിരുന്നു. ബേസിക് ക്യാമറ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ പഠിക്കുന്നതിന് ആവശ്യമായിട്ട് വാങ്ങിച്ച ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് പറഞ്ഞാൽ നടുവൊടിയും. കാരണം തന്നെ വീഡിയോസ് എടുക്കുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, ഈ ഫുഡൊക്കെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ എണ്ണയൊക്കെയുള്ള സാധനമൊക്കെ ആയിരിക്കും. എന്നിട്ട് ഈ മാറിയും തിരിഞ്ഞും ഈ ക്യാമറ വന്ന് ഓണാക്കുന്നു ഓഫാക്കുന്നു, ഭയങ്കര പാടാ. നടുവൊടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റം. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് എപ്പോഴോ എനിക്കിത് വേണ്ടാന്ന് തോന്നി. ഞാൻ എന്നിട്ട് ലഡു ഒക്കെ ഉണ്ടാക്കിയപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുക്ക് ചെയ്യാൻ പൊതുവെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ നിർത്തി. പിന്നീട് രണ്ടാമത് എനിക്ക് ഈ ഒരു ചാനൽ തുടങ്ങണം എന്ന് തോന്നിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടി ഇടാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ചാനലിൽ ഇടുന്ന ഒരു പാട്ടായിരുന്നു സുന്ദരി കണ്ണാലൊരു സേതി സൊല്ലടി എന്നാൽ നല്ല തേതി എന്നയെ തന്തേ ഉനക്കാക ജന്മമേ ഈ ഒരു പാട്ടായിരുന്നു ഞാൻ പാടി പോസ്റ്റ് ചെയ്തത്. Oppo F17 ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഫോൺ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഫോൺ. അപ്പോൾ ഇത് എഡ്യൂക്കേഷൻ ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോണിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ച ഒരു ഫോണാണ്. അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ നല്ലൊരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലാണെങ്കിലും വീഡിയോ ക്ലാരിറ്റി വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഈ തമ്മിൽ ഭേദം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ബെറ്റർ ആയിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഒരു നല്ല സാധനം ഇതായിരുന്നു. ഫോണിൽ B612 എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അത് ഒട്ടുമിക്ക പെൺപിള്ളേർക്കും അറിയായിരിക്കും. പാട്ട് റെക്കോർഡ് ചെയ്യും. ഇത് ആൻഡ്രോയിഡ് ആയതുകൊണ്ടും എപ്പോൾ നോക്കിയാലും ലാഗാ. ആദ്യം ഓഡിയോ റെക്കോർഡ് ചെയ്യണം, പിന്നെ ഓഡിയോ ഞാൻ ചില ആപ്ലിക്കേഷനിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്നിട്ട് കരോക്കെ ഒക്കെ ആയിട്ട് മിക്സ് ആക്കി പിന്നീട് ഈ B612 കൊണ്ടിട്ടിട്ട് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലാഗ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റക്കായിട്ട്
ആയിട്ടായിരിക്കും ഈ സാധനം പ്ലേ ആവുന്നത്. തുടക്കത്തിലെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചിലതിനൊക്കെ ലിപ്സിങ്കും വീഡിയോയും തമ്മിൽ തെക്കും വടക്കുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അന്ന് ആഗ്രഹമാണ്, ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പോയി അങ്ങോട്ട് പറയായിരുന്നു, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും, പിന്നെ അവരെ കൊണ്ട് സ്റ്റാറ്റസ് ഇടിപ്പിക്കും, അങ്ങനെയൊക്കെ. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അവൾ എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എടി ഞാൻ ഇതിപ്പോൾ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ എൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് ചോദിക്കും, ഇല്ലെങ്കിൽ അവർ ഇത് റിപ്പോർട്ട് അടിച്ച് കളയും. എന്ത് മനുഷ്യരാന്ന് എനിക്കറിയത്തില്ല, അവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് ഈ ഷെയർ ചെയ്യുന്ന പരിപാടി എനിക്ക് അങ്ങനെ എഗ്ഗടിച്ചു. ഞാൻ വീഡിയോ ഇടും, സ്റ്റാറ്റസ് ഇടും, എന്നെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കയറി ജസ്റ്റ് കാണും. ഞാൻ പിന്നെ ആരോടും അങ്ങനെ എൻ്റെ വീഡിയോ കാണും അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാൻ നിന്നിട്ടില്ല. എക്സ്പീരിയൻസ് ത്രൂ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ നിർബന്ധിച്ച് കാണിപ്പിക്കുകയാണെങ്കിൽ അയാൾ ഒരു വീഡിയോ കാണും, ചിലപ്പോൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണത്തുപോലും ഇല്ല. നമ്മൾ അറിയുന്നില്ല അയാൾ കാണുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഇഷ്ടപ്പെട്ട് കാണുവാണെങ്കിൽ ആ ആൾ എന്തായാലും ആ വീഡിയോ ഫുള്ളായിട്ട് കാണും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെടിക്കുന്നതിലും നല്ലത് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ആരെയും നിർബന്ധിക്കാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു 160 സബ്സ്ക്രൈബേഴ്സ് ആയി. ആദ്യം ഈ ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയായിരുന്നു. ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ അത്രയും ഇതുള്ള ഒരു ഓഡിയൻസ് ആയിരിക്കണം എന്നില്ല. അത് നമ്മളുടെ ഗ്രോത്തിന് തടസ്സമാവും. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സപ്പോർട്ടാക്കാന്ന് പറഞ്ഞിട്ട് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു. നിങ്ങൾ അങ്ങനെ ചെയ്തോ, പക്ഷേ അതിൽ എത്ര പേര് നിങ്ങളുടെ വീഡിയോ സിൻസിയർ ആയിട്ട് കാണുമെന്ന് നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് വിചാരിക്കുക ഈ ഒരു സംഭവം ചെയ്യുന്നത് നല്ലതാണോ. നിങ്ങളുടെ കോണ്ടന്റ് ഇഷ്ടപ്പെട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളെ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ടിരുന്ന് കാണുള്ളൂ. അതാണ് ഇതിനകത്തൊരു ലോജിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കമൻസിനൊന്നും അപ്പോൾ റിപ്ലൈ തരാതെ ഇപ്പോൾ ഇതിനൊരു ആൻസർ പറയുന്നത്. അപ്പോൾ അന്ന് പഠിത്തം കഴിഞ്ഞ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ജോലിക്ക് കയറാനായിട്ടുള്ള ഇതിൽ ഞാൻ ആദ്യം ഒരു ചാനലിൽ ജോലി ചെയ്യാനൊക്കെ പോയി അവിടെ വൻ തോൽവിയായിരുന്നു. എനിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു, സാലറി പോലും ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇതൂടെ ചെയ്യുമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച മാത്രമേ എനിക്ക് ലീവ് ഉള്ളൂ. അപ്പോൾ ഈ ഞായറാഴ്ച ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ നോക്കുന്നത്. ഇപ്പോൾ മേ ബി ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ തൊട്ടടുത്തടുത്ത വീടുകളാണ്, മുറിയെല്ലാം അടുത്തായതുകൊണ്ട് ടി വി വെച്ചാൽ സൗണ്ട് വരും. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒട്ടും വെട്ടമില്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾ തുടക്കത്തിൽ എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടാൽ മതി. ഞാൻ ഷോള് ബാക്കിൽ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ എനിക്ക് ഇൻകം ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ അത് സാലറി ഇല്ലാത്ത ജോലി അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഇത് ചെയ്യുമായിരുന്നു കേട്ടോ. എപ്പോഴും കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റത്തില്ല. മനുഷ്യനല്ലേ, വൈകിട്ടൊക്കെ വരുമ്പോൾ 8 മണി 8:30 ആവും. പിന്നെ എഴുന്നേക്കാൻ ഒന്നും കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ വലിയ പാടാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു വെഡ്ഡിങ് കമ്പനിയിൽ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തു. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ ഷെഡ്യൂളറായിട്ട് ലൈവ് നോക്കാൻ, ലൈവ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആയിരുന്നു പോയി. പുതിയൊരു ജോബ്, അത് ഞാൻ പഠിച്ചതും BA മൾട്ടിമീഡിയ. പക്ഷെ എന്നാൽ പോലും കോളേജിൻ്റെ കുറേ മികച്ച ഇതുകൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കേണ്ടി വന്നത് ഫുള്ള് ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഞാൻ എഡിറ്റിംഗ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയപ്പോഴാണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ മൈൻഡ് സെറ്റും പോകും. ഇപ്പോഴും ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അത് കൊല്ലത്തായിരുന്നു. അപ്പം കൊല്ലത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഏകദേശം ഒരു 24 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24 ലോങ് വീഡിയോസ്. ഷോർട്ട് വീഡിയോസ് ഞാനന്ന് പോസ്റ്റ് ചെയ്യുന്ന കുറവായിരുന്നു. ഈ വീഡിയോയുടെ കുറച്ച് പോർഷൻ എടുത്ത് കട്ട് ചെയ്ത് ഷോർട്സ് ഇടും. പക്ഷേ ഷോർട്സിൽ നിന്നാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടുന്നത്. അതെനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞു തരാമെന്ന് ഒരു മനുഷ്യനും ഉണ്ടായില്ല. ഞാൻ കാണുന്ന യൂട്യൂബ് വീഡിയോസിലൊന്നും ആരും ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ആകെ അറിയാവുന്ന 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും. അപ്പം ഞാൻ ത്രൂ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പോയി. അവിടെ വർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഒന്നാമത് വീഡിയോ എഡിറ്റിംഗ് ആണ്. നമുക്ക് പറയുന്ന പോലെ സമയത്തൊന്നും ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവും, ഉറക്കം കിട്ടത്തില്ല. അതിനിടയ്ക്കൊന്നും നടക്കുന്ന കാര്യമല്ലോ. എന്താ സാധാരണ സംഭവിക്കുന്ന പോലെ തന്നെ അത് അവിടെ അങ്ങ് ബ്രേക്കായി. അവിടെ ഞാൻ ഒരു ഓണത്തിന് ഒരു പാട്ട് പാടി അത് ക്യാമറയിൽ എടുത്തായിരുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തു. അല്ലാതെ ഞാൻ വേറൊന്നും അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതുപോലെ ഒരു പ്രാവശ്യം രാത്രി 10-11 മണിയൊക്കെ ആയി. ഞാൻ വർക്കും കഴിഞ്ഞ് കയറി വരിക. മേളിലാണ്, ഓഫീസിൻ്റെ തൊട്ട് മേളിലാണ് റൂമുള്ളത്. മുഖമൊക്കെ അങ്ങ് ചത്തിരിക്കുക. ഞാൻ ജസ്റ്റ് മേക്കപ്പ് ഒന്ന് റീടച്ച് ചെയ്തിട്ട് എനിക്കൊരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു റിംഗ് ലൈറ്റ് വേണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരെയും ഒന്നിനും കമ്പൽ ചെയ്യത്തില്ല. വീട്ടിലാണെങ്കിലും എനിക്കിത് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ബഹളം വെക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു നല്ലൊരു ഫിനാൻഷ്യലി ഞാൻ ഓക്കെ ആകുമ്പോൾ ഞാനത് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഉള്ളത്. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ച ഒരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഞാൻ ആദ്യം എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ കളർ ചെയ്യുന്നൊരു വീഡിയോ. നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ലോങ് വീഡിയോ. അതിനകത്താണ് ഉറക്കം തൂങ്ങി ചത്തിരിക്കുക. ഞാൻ ആ റിംഗ് ലൈറ്റ് കൊടുത്തിട്ട് പോലും ആ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്തുമാത്രം ആയിരിക്കും ആ ഫോണിൻ്റെ ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഫുള്ള് ഒരു മീഡിയ പ്രൊഡക്ഷൻ
കമ്പനി ആയതുകൊണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയിലാവുന്നു. അപ്പോൾ അതിന് കൂടുതൽ തന്നെ നമ്മളെ വർക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ സജസ്റ്റ് ചെയ്യും, എടാ നീ നല്ലൊരു ഫോൺ എടുക്ക് ഇങ്ങനെ പറയും. കൊല്ലത്ത് പോയി നിൽക്കുന്നതുകൊണ്ട് കുറേ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ EMI കിട്ടത്തില്ല, എനിക്ക് മറ്റേ സിബിൽ കയറിയിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് പോകണം, ഇവിടുത്തെ സ്ഥലക്കാരി അല്ലല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പല പ്രാവശ്യവും ഈ പോയിട്ട് നിരാശയായിട്ടാണ് ഈ തിരിച്ചു വരുന്നത് ഫുള്ള്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഐഫോണിലും പിന്നെ അവിടുന്ന് ക്യാമറയിലൊക്കെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ വെച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഡാൻസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ ചാനലിൽ അത്യാവശ്യം ഒരു 500 സംതിങ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ആയി. പക്ഷേ എന്നാലും ഫുൾ വീഡിയോസ് ചെയ്യുന്ന കുറവായിരുന്നു, കൂടുതലും ഷോർട്സ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒറ്റ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്തല്ലാതെ പിന്നെ ഞാൻ അവിടെ വെച്ച് വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അതൊക്കെ അപ്ലോഡ് ചെയ്തത് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. 1.5 വർഷം വർക്ക് ചെയ്തു. 2 വർഷത്തിന് മുന്നേ ഒരു മെയ് 10-ാം തീയതിയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ടോട്ടലി എല്ലാം ചേഞ്ച് ആവാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ സ്ട്രെസ്സിൽ നിന്നും എന്തോ കുറേ ചേഞ്ച് വേണം, എനിക്ക് വെയിറ്റ് കൂടി, അങ്ങനെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് ചേഞ്ച് വേണമെന്ന് തോന്നി. വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ പതുക്കെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി. കയ്യിലിരിക്കുന്ന ഏത് ഫോണാണോ സിറ്റുവേഷൻ എന്താണോ എന്ന് നോക്കിയൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് അങ്ങ് തുടങ്ങി. ഇതുപോലെ എനിക്കൊരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ റിംഗ് ലൈറ്റ് അടിച്ചു പോയി. ആദ്യം ഒരു പ്രാവശ്യം താഴെ വീണു, പിന്നെ അത് അടിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഫ്രീലാൻസിലേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു. ഫ്രീലാൻസിലേക്ക് ഇറങ്ങുമ്പം സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ വന്നു, അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയി. അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ഒരു 1-2 മാസം എടുത്തു കംപ്ലീറ്റ് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. കോട്ടയത്ത് വർക്ക് ചെയ്യാൻ പോയി, പിന്നെ എറണാകുളത്തൊരു സ്ഥലത്ത് പോയി. പക്ഷെ അവിടെയൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഒരു 1.5 വർഷം ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് പിന്നെ വേറെ എൻവയോൺമെൻറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഹെൽത്ത് വൈസ് ആണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുപോലെ എൻ്റെ വീട്ടിൽ ഒരു മോണിറ്റർ ചുമ്മാ ഇരിപ്പുണ്ടായിരുന്നു. ആ മോണിറ്ററും വെച്ച് കയ്യിൽ പഴയ ഒരു മൗസ്, പിന്നെ ഒരു കീബോർഡ് വാങ്ങിച്ചു, ഒരു പഴയ UPS, ഇതൊക്കെ വെച്ച് അങ്ങോട്ട് വർക്ക് സ്റ്റാർട്ടാക്കി. തുടക്കത്തിൽ നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. യൂട്യൂബ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പോൾ അതിനൊന്നും ആദ്യം ഒരു പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ജോബ് അത്യാവശ്യം സെറ്റായി വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ലിപ്സ്റ്റിക്ക് വെച്ചാൽ തുടങ്ങി. അത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ മാവിസിൻ്റെ ഒരു ലിപ്സ്റ്റിക് പാലറ്റ്, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങിച്ച് തുടങ്ങി. പക്ഷേ അതിന് 10-300 രൂപ 150 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് അത് എന്നെ സംബന്ധിച്ച് ഒരു വാല്യൂ ആയിരുന്നു. കാരണം സ്റ്റേബിളായിട്ടൊരു ജോലിയിൽ നിൽക്കേണ്ടി വരുന്നതിന് മുമ്പുള്ള സ്ട്രഗിളില്ലേ, അതായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നാൾ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചു. ആ റിംഗ് ലൈറ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓരോരോ ഘട്ടമായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ പിന്നെ ഞാൻ അവിടെ വെച്ച് എടുത്ത വർക്കലയിൽ പോകുന്ന ഒരു വ്ളോഗ്, പിന്നെ ഞാൻ ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അത്, അങ്ങനെ 2-3 വ്ളോഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വീട്ടിൽ വന്നിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്തു, എന്നിട്ട് പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് എന്നുള്ള രീതിയിൽ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ ക്വാളിറ്റി ഉള്ളായിരുന്നു കേട്ടോ. അതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോണിൽ നിന്ന് എടുത്ത് അതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് പൈസ ഒക്കെ സേവ് ആക്കി നല്ലപോലെ വർക്ക് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒക്ടോബർ ആകുമ്പോൾ എൻ്റെ ബർത്ത്ഡേ, എനിക്കൊരു സെൽഫ് ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണം, എന്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് രാത്രിയും പകലും ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ നൈറ്റ് ഇരുന്ന് അങ്ങനെ ഞാൻ ഒരു ഡൗൺ പേയ്മെൻറ്റ് സെറ്റാക്കി. ആ സമയത്ത് എനിക്ക് EMI ഓൺ ആയിരുന്നു, iPhone 15. ആ ഫോണിലാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഫോൺ എടുത്തു. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടന്റ് ചെയ്യുന്നതിന് വലിയ ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നോട്ട് മാറി നിൽക്കുകയൊന്നും വേണ്ട, എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി. അങ്ങനെ പിന്നീട് എന്ത് സംഭവിച്ചു അതാണ് ഇനിയും പറയാൻ പോകുന്നത്. ആദ്യം റീച്ച് ആയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ആയിരിക്കും ആദ്യമായിട്ട് കണ്ടേക്കുന്നത് തന്നെ. എനിക്ക് അത്യാവശ്യം ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എന്നെ എത്തിച്ച ഒരു വീഡിയോ അതാണ്, ഉറപ്പാണ്. പക്ഷേ അതിന് മുന്നേ എൻ്റെ കുറച്ച് വീഡിയോസ് റീച്ച് ആയിരുന്നു. ആദ്യമായിട്ട് എനിക്ക് വീഡിയോ കയറുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നയൻതാരയുടെ ഒരു ഹാക്ക് ഉണ്ടായിരുന്നു. ആ ഹാക്ക് വെച്ചിട്ട് ഞാൻ നയൻതാരയുടെ ഒരു ഓഡിയോ അത് വെച്ചിട്ട് ഞാൻ ആ ഹാക്ക് ചെയ്തു നോക്കി. പക്ഷെ ഞാൻ കണ്ട കുറേ പേരുടെ വീഡിയോയിൽ എൻ്റെ വീഡിയോസിന് മാത്രം ഹാക്ക് നല്ല വർക്കായി. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. നയൻതാര ഹാക്ക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കുന്ന വീഡിയോസിൽ എൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം ആ വീഡിയോയിൽ ഹാക്ക് എനിക്ക് നല്ലപോലെ വർക്ക് ആയതുകൊണ്ട് അത് റീച്ചായി. പിന്നെ അതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഫൗണ്ടേഷൻ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ഭയങ്കര നെഗറ്റീവായി. കോണ്ടന്റ് തമിഴിൽ പറയുന്നത് കൊണ്ട് തന്നെ ഇത് റീച്ച് ആയത് തമിഴ്നാട്ടിലാണ്. ഇത് ചെന്നൈയിൽ റീച്ച് ആയതുകൊണ്ട് തന്നെ കുറേ പേര് തമിഴിൽ വന്ന് ചീത്ത വിളിക്കുക, കുറേ പേര് പോസിറ്റീവ് ഉണ്ട്. അതിൽ കുറേ പേര് എന്നെ കാണാൻ ഏതൊരു നടിയെ പോലെ ഇരിക്കുന്നു, ഏതായിരുന്നു മറ്റേ മലയാളിയല്ല, തെലുങ്ക് സംതിങ്,
അവരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ്സ്. പിന്നെ ആണെങ്കിൽ ഫൗണ്ടേഷൻ തിന്നുവാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ക്യാൻസർ ഉണ്ടവേ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ്, അങ്ങനെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നത്. 6.2 മില്യൺ ആണ് അന്ന് നോക്കുമ്പോൾ അതിൻ്റെ വ്യൂസ്. ആ കോണ്ടന്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരാൾ എൻ്റെ അറിവിൽ ഞാൻ. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് റീച്ച് ആയ വീഡിയോ. എൻ്റെ ഷോർട്സിൻ്റെ ഒക്കെ ഒരു മാക്സിമം വ്യൂസ് എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 400 വ്യൂസ് ആയിരുന്നു, 400 സംതിങ് ആയിരുന്നു. 400 സംതിങ് വ്യൂസ് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ 7 ലൈക്കോ 10 ലൈക്കോ ഒക്കെ കാണും, അത്ര ഉണ്ടാവും. വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് 1K ആയത്. ഈ 1Kയിൽ നിന്ന് 4Kയിലോട്ടായത് ആ ഒരൊറ്റ വീഡിയോ കാരണം. പക്ഷേ അതിൽ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ തമിഴ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവർക്ക് മലയാളമൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു ഹോട്ട് എയർ ബ്രഷ് വാങ്ങിച്ചു. ഹോട്ട് എയർ ബ്രഷ് നമ്മുടെ അർബൻ യോഗിൻ്റെ. അതിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടു, അതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടു, പിന്നെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടു. പക്ഷേ ഞാനത് ജെനുവിനായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം അത് അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തി. ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുമായിരുന്നു, ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുറേ പേര് ആ വീഡിയോയുടെ താഴെ ക്വസ്റ്റ്യൻസ് പോലെ ഇത് ഇന്നത് നല്ലതായിരിക്കും, ഇന്നത് ഏതാ, എത്ര നേരം ഹോൾഡ് ചെയ്യും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്തു, ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നത്. അത് കുറേ കുറച്ച് പേര് കണ്ടായിരുന്നു ആ വീഡിയോ. പിന്നെ ഒരു ധാവണിയുടെ റിവ്യൂ, അതൊക്കെയാണ് എൻ്റെ വീഡിയോസ് റീച്ച് ആയത്. പക്ഷേ എനിക്ക് നല്ലൊരു എനിക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വീഡിയോ, ഹോസ്റ്റലിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവത്തിൻ്റെ വീഡിയോ. സംഭവം വീഡിയോ ഇട്ടൊരു 4-5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ റീച്ച് ആവുന്നത്. ഇപ്പോൾ ഒരു 3 lakh സംതിങ് വീഡിയോസ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു 1 lakh പതുക്കെ ആയിരുന്നു കയറിക്കൊണ്ടിരുന്നത്. പതുക്കെ കമൻസ് ഒക്കെ വരാൻ തുടങ്ങി, ആ വീഡിയോ റീച്ച് ആയി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് റീസെൻ്റ്ലി റീച്ച് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഉയരെ സിനിമയുടെ ഒരു ഹാഫ് പോർഷൻ പൊള്ളിയ ഒരു സംഭവമില്ലേ, ആസിഡ് അറ്റാക്ക് കഴിഞ്ഞിട്ട്, അപ്പം അതിൻ്റെ ഒരു മേക്കപ്പ് ഞാൻ ചെയ്തായിരുന്നു. ഒരറിവിൻ്റെ പരിമിതി വെച്ചിട്ട് ഞാൻ ചെയ്തു. അത് അത്യാവശ്യം എനിക്ക് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. നയൻതാരയുടെ ആ വീഡിയോ ചെയ്തപ്പോൾ തമിഴ്നാട്ടിൽ റീച്ച് ആയപ്പോൾ ഞാൻ വിചാരിച്ചു അത് മേ ബി ആ ഒരു വീഡിയോ കേരളത്തിലായിരുന്നു റീച്ച് ആയെങ്കിൽ എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയാണ്. കാരണം 6.2 മില്യൺ വ്യൂസ് എനിക്ക് അതിന് കിട്ടിയത്. അപ്പം ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മലയാളത്തിൽ ചെയ്തു. ഞാൻ മലയാളത്തിൽ ഓൺ വോയിസ് കൊടുത്തിട്ട് ആ കണ്ടന്റ് മലയാളത്തിൽ ചെയ്തു. മലയാളത്തിൽ 1 മില്യൺ അടിച്ചു. അന്ന് 1 മില്യൺ ഉണ്ടായിരുന്നു, ഇപ്പം എത്രയാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ റീസെൻ്റ്ലി ഞാൻ ഒരു പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പോൾ ഇട്ടത്. അപ്പം ഞാൻ അതിനകത്ത് ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏത് കണ്ടന്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, മേക്കപ്പ് വീഡിയോസ് ആണോ, റിവ്യൂ വീഡിയോസ് ആണോ, വ്ളോഗാണോ, അതോ ഡാൻസ് ഓർ സംതിങ് അങ്ങനത്തെ വീഡിയോസ് ആണോ. കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് വ്ളോഗ്. ഞാൻ ആലോചിച്ചു എൻ്റെ മൂന്ന് വ്ളോഗോ, ഞാൻ ഏറ്റവും കുറവ് ചെയ്യുന്നത് വ്ളോഗാണ്. ഡെയിലി വീഡിയോസ് ഇടുന്ന ആളാണ്, ഷോർട്സ്. ഞാനൊരു 7 ഷോർട്സ് ഒരു ആഴ്ചയിൽ ഇടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്ളോഗ് ഇടുന്നത് മാസത്തിൽ 1 എണ്ണോ 2 എണ്ണോ 3 എണ്ണോ ഒക്കെ ആയിരിക്കും. ആൾക്കാർക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒന്നാമതേ കുറേ പേര് പറയുന്നത് ഞാൻ വർത്തമാനം പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇടുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഓരോരുത്തരൊന്ന് കമൻറ്റ് ഇടും, ചേച്ചി അത് ചെയ്യുമോ, സംസാരിച്ചിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ. എന്താണെന്നറിയില്ല, എല്ലാം കൂടെ സെറ്റപ്പായി വരുമ്പോൾ എനിക്കൊരു മൈൻഡ് സെറ്റ് കിട്ടുന്നില്ല. എനിക്ക് ഷോർട്സ് ചെയ്യാൻ കംഫർട്ടബിൾ ആയി പോയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും ഞാൻ വ്ളോഗിലോട്ട് കയറും. പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോണ്ടന്റ് ചെയ്ത്, പിന്നെ ട്രാവൽ വ്ളോഗ്, ട്രാവൽ ചെയ്യുമ്പോഴല്ലേ വല്ലപ്പോഴൊക്കെ ട്രാവൽ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 13K 13,000 സംതിങ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോഴും ഒരു സ്ഥലത്ത് എത്തിയിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ 400 വ്യൂസ് ഉണ്ടായിരുന്ന എനിക്ക് അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഒരു 13K ആയി കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ വീഡിയോ കാണാതെ നമ്മൾ വെറുതെ ഇരുന്നിങ്ങനെ ഒരു ഇങ്ങനെ മുമ്പിലിരുന്ന് കുറേ വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമാവില്ല. അവരുടെ സപ്പോർട്ടാണ് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തുന്നത്. അങ്ങനെ തന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഗ്രോത്തേ അല്ല. പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നവരുണ്ട്, അവർ ഭാഗ്യം ചെയ്തവർ. ഞാനിപ്പോൾ ഒരു 4 വർഷമായി. കഴിഞ്ഞ ദിവസം എനിക്കൊരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, 5 years ആയി ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ 5 വർഷത്തോളമായി ഞാൻ ഇവിടെ ഈ ഒരു യൂട്യൂബിൽ തുടങ്ങിയിട്ട്, കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗണും സ്ട്രെസ്സും എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ചെറുതാണെങ്കിലും കളിയാക്കൽ, സിമ്പിളായിട്ടുള്ള കളിയാക്കലായിരിക്കും, പക്ഷേ അത് നമുക്ക് ഹേർട്ടാവും. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് എത്തുന്നത്. അപ്പം നമുക്ക് ആ ഒരു പോയിന്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെ കിട്ടുന്നത് വരെ കിട്ടി കഴിയുമ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ എനിക്ക് അതാ പറഞ്ഞു തരാനുള്ളത്. പഴയ വീട്ടിലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ലൈറ്റില്ല, ഭയങ്കര ഞാനും അനിയനും ഒരുമിച്ചാണ് കിടക്കുന്നത്.
അപ്പോൾ ആകെ ഒരു ചെറിയ സ്പേസിലാണ് റൂം ഒരു വലിയ റൂമാണ്, പക്ഷെ 2 പേര് കിടക്കുന്നതുകൊണ്ട് അത്രയും കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവൻ ഉള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ ജോലിക്ക് വരും, അവൻ വന്നതിന് മുമ്പേ എനിക്ക് വീഡിയോ എടുക്കണം. കാരണം ഒരാൾ നമ്മുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കണം. പിന്നാണെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും ചിലപ്പോൾ എനിക്ക് എടുക്കാൻ സമയം കിട്ടുന്നത്. പല ലോങ് വീഡിയോസും ചെയ്തപ്പോൾ ഒക്കെ ഞാൻ ആ വീട്ടിലായിരുന്നു. ആ ലാസ്റ്റ് സമയത്താണ് ഞാനൊരു റൂം മേക്ക് ഓവറൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തത്. അതിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇട്ടിരുന്നു എന്നുള്ളത്. എന്തെങ്കിലും ഒരിക്കൽ സെറ്റാവും. ഒരുപാട് പേരുണ്ടല്ലോ ആ കമൻറ്റ് ബോക്സിൽ തലവര ഇല്ലാത്തതോ അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് അവർ ഭയങ്കര നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടേക്കുന്നു. ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടരുത്. നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് എന്തെങ്കിലും നടക്കും, അത് ഞാൻ ഉറപ്പായിട്ടും കിട്ടും, അത് തന്നെ ഞാൻ ചെയ്യും, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് കിട്ടുന്നിടം വരെ അതിലേക്ക് എത്തുന്നിടം വരെ ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മനസ്സിൽ നിങ്ങൾ ഇപ്പോഴേ അങ്ങോട്ട് പൊക്കോണം. വീഡിയോ ഇതുവരെയൊക്കെ കണ്ടു നിൽക്കുമെന്ന് എനിക്കറിയില്ല, കാരണം ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും ആ കുറച്ച് ആൾക്കാർ എൻ്റെ ലൈഫിൽ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. അവരും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെയൊക്കെ എത്തിയത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ട്. ആ ആൾ എനിക്കറിയില്ല താങ്ക്സ് ഒന്നും പറയാം, നമ്മൾ തമ്മിൽ താങ്ക്സ് ഒന്നും പറയില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന ഒരുമിച്ചായിരുന്നു. അപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 8 മണിക്കൂറായിരുന്നു വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ 8 മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം ഒരു ദിവസം. അപ്പോൾ ഞാൻ മിക്കവാറും ഉച്ചയ്ക്കായിരിക്കും ഈ ഷോർട്സിനായിട്ട് വീഡിയോസ് എടുക്കാൻ പോകുന്നത്, ഡാൻസോ അങ്ങനെ എന്തെങ്കിലും. എൻ്റെ കൂടെ വരും. ചിലപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ സ്റ്റെപ്പൊക്കെ നോക്കുന്നത് ചിലപ്പോൾ ആ പോകുന്ന സ്പോട്ടിൽ നിന്നായിരിക്കും. ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിരിക്കും ഞാൻ 2-3 വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നിന്ന് എല്ലാം ക്ഷമിച്ച് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ആള് എൻ്റെ കൂടെ തിരിച്ച് ഓഫീസിൽ വന്നിട്ട് ഞാൻ എക്സ്ട്രാ അവേഴ്സ് ഇരുന്ന് ചിലപ്പം ഇപ്പോൾ 2 മണിക്കൂറാണ് അവിടെ മിസ്സായി പോയെങ്കിൽ 2 മണിക്കൂർ എക്സ്ട്രാ ഇരിക്കണം. ചിലപ്പോൾ ആ എക്സ്ട്രാ ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ 8 മണി 9 മണിയൊക്കെ ആവും രാത്രി. എൻ്റെ കൂടെ ആ എക്സ്ട്രാ അവേഴ്സ് ഇരുന്ന് അങ്ങനെ ഒരാളുണ്ട് ഇതുവരെ. അതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് വേണ്ട, എനിക്ക് മടുക്കുന്ന, എനിക്കിതൊന്നും പറ്റുന്നില്ല, ഞാൻ ഇതൊക്കെ നിർത്താൻ പോവാന്ന് പറഞ്ഞപ്പം നീ കഷ്ടപ്പെട്ടല്ലേ ഇവിടം വരെ എത്തിയേ, ആ സാധനം ഇത്രയും വരെ എത്തിക്കാൻ നീ ഒരുപാട് പാടുപെട്ടല്ലേ, ഇതൊക്കെ ഒരൊറ്റ സെക്കൻഡിൽ നീ ഇങ്ങനെ തീരുമാനിച്ച് കളയേണ്ടതാണോ എന്ന് ചോദിച്ച ഒരാളാണത്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ലൈഫിലുള്ളതാണ്. ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് തോന്നും ചില സമയത്ത്. ഫ്രണ്ട് സർക്കിളാണെങ്കിലും ക്ലോസസ്റ്റ് സർക്കിളാണെങ്കിലും ഭയങ്കര ചെറുതാണ്. ആളെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാം. പിന്നെ റിൻസീന എൻ്റെ എല്ലാ വ്ളോഗിലും, ഞാൻ പുറത്ത് പോകുന്ന വ്ളോഗ് ഉണ്ടെങ്കിൽ അവളുണ്ടാവും അതിൻ്റെ അകത്ത്. കാരണം ഞാൻ അവളുടെ കൂടെ മാത്രമേ ഞാൻ പുറത്ത് പോകാറുള്ളൂ. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 5ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ വേറെ ബെഞ്ചിൽ വേറെ ക്ലാസ്സിലോട്ട് പോയി 10ാം ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ബെഞ്ചിൽ വേറെ ക്ലാസ്സിലേക്ക് സെയിം സ്കൂളിൽ +1ഉം +2 ഞങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എവിടെയോ ഫ്രണ്ട്ഷിപ്പ് മിസ്സായി, പിന്നെയും വീണ്ടും കണക്റ്റഡായി. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ പോയി. ബട്ട് ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ, എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവളെ വിളിക്കാം, അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അങ്ങനെ ഒരു കംഫർട്ട് സോണാണത്. അവൾ മാത്രമേ ഉള്ളൂ. ഓരോ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും, നിനക്ക് 5K ആയല്ലോ, നിൻ്റെ ഹാർഡ് വർക്കിന് നിനക്ക് റിസൾട്ട് കിട്ടി, നിൻ്റെ ഹാർഡ് വർക്കിന് നിനക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 5K ആകുമ്പോഴും 10K ആകുമ്പോഴും എപ്പോഴും എനിക്കിങ്ങനെ ഇത് അയക്കും. എനിക്ക് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് തരും. നീ ഇത് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് തരും. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ പോലും എനിക്ക് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി വരും. ഫാമിലിയിലാണെങ്കിലും എതിർപ്പൊന്നുമില്ല. നല്ലതാണെങ്കിൽ ചെയ്തോ എന്നങ്ങനെയുള്ളൊരു മൈൻഡാണ്. നിങ്ങൾക്കത് ഉപകരിക്കുന്നതാണോ, നിങ്ങൾക്കത് നല്ലതാണോ, എപ്പോഴും പറയുന്നത് ലൈഫിൽ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ പറയുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തപ്പോൾ തടസ്സം പറയാനൊന്നും അങ്ങനെ വരാറില്ല. അത് നല്ലതായതുകൊണ്ട് നോ പറയാറില്ല. എന്നെ ഒരു പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു കാര്യത്തിനും കമ്പൽ ചെയ്യാറില്ല. പഠിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിലോട്ട് വിട്ട് തന്നേക്കാം, നമ്മളൊരു വിശ്വാസമുണ്ട്, അത് പഠിച്ചോളൂ. ആ ഒരു മൈൻഡ് സെറ്റാണ് എല്ലാത്തിനകത്ത്. അപ്പോൾ ഇത്രയും പേരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ നിന്നത്. വളരെ ചുരുക്കം ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ കൂടെ നിന്നവരോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ നിൽക്കുക, മാറ്റം വരാതെ നിൽക്കുക, എനിക്ക് അത്ര പറയാനുള്ളൂ. എനിക്ക് ഒരുപാട് സർക്കിളൊന്നുമില്ല. നമ്മളെ വിശ്വസിക്കുന്നവർ മാത്രം, അല്ലെ നമ്മളുടെ കൂടെ എന്ത് സിറ്റുവേഷൻ വന്നാലും കൂടെ നിൽക്കുന്നവർ മാത്രം മതി. അതിപ്പോൾ ഒരാളാണെങ്കിൽ ഒരാൾ മതി. നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടം വരെ നിൽക്കുന്നത്. ഈ വീഡിയോ ത്രൂ ഔട്ട് ഇത്രയും വരെ കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്.
നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും കണ്ട വീഡിയോ. പിന്നെ കുറേ കളിയാക്കിയവരുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അവർ കാഷ്വലി ഫ്രണ്ട്ലി ടോക്കായിട്ടായിരിക്കും കളിയാക്കുന്നത്. കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോ, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ റീച്ചായിട്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഇല്ലേ, ആ എക്സ്പീരിയൻസിൻ്റെ വീഡിയോ എൻ്റെ ഫ്രണ്ടിന് അവളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് ലിങ്ക് അയച്ചേക്കുന്നു. അപ്പോഴാണ് അവൾ കണ്ടപ്പോൾ ഞാനാ. എന്നിട്ട് അവളെ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പറഞ്ഞത്, എടി നീ ഫേമസ് ആയല്ലോ, നിൻ്റെ എനിക്ക് അയച്ചു തന്നത് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആണെങ്കിൽ ഇതുപോലെ വേറൊരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നിന്നെ ഞാൻ ഭയങ്കര പ്രൗഡാണ്, എനിക്ക് പ്രൗഡ് ഫീലിംഗ് തോന്നുന്നു നീ ഇപ്പോൾ ഇത്ര എത്തിയതിൽ. അതുപോലെ തന്നെ നീ 10K ആയപ്പോഴെനിക്ക് വിഷ് ചെയ്തത്, ഇനിയും നിനക്ക് 100K ആവുമ്പോൾ എനിക്കിങ്ങനെ വിഷ് ചെയ്യാൻ പറ്റട്ടെ, അതാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെ ഉണ്ടല്ലോ, ഞാൻ ഈ രണ്ടാമത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെറ്റ് ആവണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, കുറേ വർഷത്തെ ആഗ്രഹമാണ്. അങ്ങനെ 2018-17 അങ്ങാണ്ട് തുടങ്ങിയുള്ള ആഗ്രഹം. അപ്പം ഞാൻ ഇതുപോലെ എനിക്ക് വയ്യാഴികയൊക്കെ മാറിയതൊന്ന് സെറ്റായി, ഫോൺ എടുത്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ വർക്കിലും സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ എന്നെ അറിയാവുന്ന ഒരു ഫ്രണ്ടാണ്. അവനിങ്ങനെ ഞങ്ങളിങ്ങനെ 3 പേര്, ഞാനും പ്രിൻസിനെയും ലവനും ഇങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ വേറെ ജോലി നോക്കുന്നില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ കംഫർട്ടബിൾ, കാരണം എനിക്ക് സോഷ്യൽ മീഡിയയും കൂടെ ഒക്കെ നോക്കാമല്ലോ ഇങ്ങനെ പറഞ്ഞ്. ഞാൻ നല്ല ഉദ്ദേശം, ഞാനങ്ങ് ഭയങ്കര ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞു പോയതാ. അവനൊരു ചിരി, അവൻ ചിലപ്പോൾ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഒരു ഇങ്ങനെ ഒരു ചിരി, അത് എൻ്റെ പൊന്നെ, അതെനിക്ക് ഭയങ്കര ഫീലായി. എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് പറഞ്ഞ ആൾ ചിലപ്പോൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. എനിക്കത് ഭയങ്കര ഹേർട്ടായി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആൾക്കാരിങ്ങനെ പണ്ടൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ടിക്ടോക്ക് കുറച്ച് ക്രിഞ്ചായിരുന്നെങ്കിലും ഈ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ആവണം, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ റീസെൻ്റ്ലി വണ്ടർലയായിട്ടൊരു കൊളാബ് ചെയ്തായിരുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് അതൊരു ബാർട്ടർ കൊളാബായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവർ വെൽക്കം ചെയ്യുക, കാര്യം ചെയ്യുക, വീഡിയോ എടുക്കുക, പോരുക, അങ്ങനെ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത്രയും വലിയൊരു ബ്രാൻഡ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതെന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേർണി. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയർ ആവാൻ പറ്റി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ വീഡിയോ എൻ്റെ ആക്കിപ്പിക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 13Kയിലൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓരോ വീഡിയോസ് ചെയ്ത പോലെ ഇനിയും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് എനിക്ക് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. എൻ്റെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ലൈഫ് സ്റ്റൈൽ റിവ്യൂസ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ്. ഓക്കെ ആയി കഴിയുമ്പോൾ എന്തായാലും ഞാനൊരു ഗിവ് അവേ ചെയ്യും. ഇപ്പോഴല്ല, ഇപ്പം ഞാൻ ഒട്ടും ഓക്കെ അല്ല, കാരണം ഫിനാൻഷ്യലി കുറച്ച് ഇതുണ്ട്. ഇപ്പം എന്ത് സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിലും വിഷമങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് തളർന്നു പോവും, ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യും, പോസ് ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോവുക, കണ്ടിന്യൂ ചെയ്ത് പോവുക. എന്തായാലും ഒരു ദിവസം എന്തായാലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ആ ഒരു മൊമെൻറ്റിൽ എത്രയും വർഷം, ചിലപ്പോൾ 4 വർഷമായെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടവരില്ലേ, ചിലപ്പോൾ മേ ബി കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സെറ്റാകുമായിരിക്കാം. നിങ്ങൾ ഡ്രോപ്പാക്കി പോയി കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റിയാണ് പോകുന്നത്. അതുവരെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പാടുണ്ടല്ലോ. അപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അവർ നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, അവർക്ക് ഇൻസ്പിറേഷൻ ആകാം ഈ വീഡിയോ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ചേട്ടാ.